ഹലോ, എല്ലാവർക്കും മാക്സിഡോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത്. എന്റെ പേര് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പേര് ഹരികൃഷ്ണൻ എന്നാണ്. നമ്മൾ കഴിഞ്ഞ പോലെ കണ്ടിരുന്നു. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും, അയ്യോ അങ്ങനെ വിചാരിക്കരുത്, നമുക്കൊന്ന് നോക്കി നോക്കാന്ന്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് നോമൻക്ലേച്ചർ എന്നാണ്. ഓക്കെ, ഇപ്പൊ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിടാൻ. അപ്പൊ നമ്മളിന്ന് കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേരിടാൻ പോവാണ്. അപ്പൊ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, 8ലും 9ലും ഞാൻ പഠിച്ചില്ല, കുറച്ച് 9ന്റെ ലാസ്റ്റ് കുറച്ചുണ്ട്, അതൊന്നും അറിയില്ലെങ്കിലും ഇന്നിവിടെ ഓക്കെയാണ്. നമ്മൾ ബേസ് തൊട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നിവിടെ ക്ലാസ് കേൾക്കുന്നവര് ഒരു ബുക്കും പേനയും നിർബന്ധമായിട്ടുണ്ടാവണം, എഴുതി നോക്കണം. ആദ്യം എഴുതുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും മനസ്സിലാവൂല, പക്ഷെ എന്ത് ചെയ്യണം, പിന്നെ എഴുതണം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അപ്പൊ നോക്കി നോക്കാം നമുക്ക്. അപ്പൊ നമ്മളിവിടെ ആദ്യം തന്നെ ഞാനിതാ കാർബണും ഹൈഡ്രജനും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് കാർബൺ ആറ്റോമിക് നമ്പർ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ആറാമത്തെ ആളാണ് ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ആളാണ് കാർബൺ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എത്രാമത്തെ ആളാ? ഒന്നാമത്തെ ആളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? 2, 4. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എന്താണ്? 1 ഇനി ഈ കാർബണിൽ എത്ര ഷെല്ലുണ്ട്? ഇപ്പോ KL. കെയിൽ 2ഉം Lൽ 4ഉം. അങ്ങനെ ഹൈഡ്രജനിലോ K ഷെൽ തന്നെ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു L ഷെല്ലിൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ എത്ര എണ്ണം വേണം? 8 എണ്ണം വേണം. അപ്പൊ കാർബണിന്റെ പ്രണയം പൂക്കണമെങ്കിൽ 4 എണ്ണം വേണം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനിൽ 1 ഉള്ളൂ, പക്ഷെ K ഷെല്ലിൽ പ്രണയം പൂക്കണമെങ്കിൽ 2 എണ്ണം വേണം. അപ്പൊ കാർബണിന്റെ പ്രേമത്തിനായി 4 എണ്ണവും ഹൈഡ്രജന്റെ പ്രേമത്തിനായി 1 കൂടി കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രണയം എന്ത് ചെയ്യുള്ളൂ? പൂക്കുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് വരച്ചു നോക്കാം. കാർബൺ, അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു മോളിക്യൂൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. CH4. ഒന്നും അറിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, വരച്ചു നോക്കാം. CH4ൽ ഏറ്റവും ചെറിയ ആൾ അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവാരാണ്? C ആണ്. Cനെ നടുവിൽ വരച്ചു. അപ്പൊ എണ്ണത്തിൽ കുറവുള്ള ആളെയാണ് നമ്മൾ നടുവിൽ വരയ്ക്കേണ്ടത്. ഇനി സിയുടെ കയ്യിൽ സ്നേഹിക്കാൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ ഇനി സ്നേഹിക്കാൻ ആരാ വരുന്നത്? ഹൈഡ്രജൻ ആണ്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അങ്ങനെ 4 മൂലക്കിലും ആര് വന്നു? സ്നേഹിക്കാനായി ഹൈഡ്രജൻ വന്നു. ഓക്കെ, ഇനി ഹൈഡ്രജനായി സ്നേഹിക്കാൻ എത്ര എണ്ണം ഉണ്ട്? ഓരോ ഹൈഡ്രജന്റെയിലും ഓരോന്നുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി ഹൈഡ്രജന്റെ പ്രേമം പൂക്കണമെങ്കിൽ എത്ര എണ്ണം കിട്ടും? മൊത്തം 2 എണ്ണം മൊത്തം കിട്ടണം. ഇയാൾക്ക് 2 എണ്ണം കിട്ടി, പ്രേമം പൂത്തു. ഇയാൾക്ക് 2 എണ്ണം കിട്ടി, പ്രേമം പൂത്തു. ഇയാൾക്ക് 2 എണ്ണം കിട്ടി, പ്രേമം പൂത്തു. ഇയാൾക്കും പ്രേമം പൂത്തു. അങ്ങനെയാണെങ്കിൽ ഇനി കാർബണിന്റെ പ്രേമം പൂക്കണമെങ്കിലോ 8 എണ്ണം കിട്ടണം. നോക്കിക്കോണേ, ഞാൻ ചെയ്യുന്നത് ചെറ്റത്തരമാണ്, എന്നാലും കുഴപ്പമില്ല, വരച്ചു നോക്കാം. അങ്ങനെയാണ് നമ്മൾ വരച്ചു. അങ്ങനെ കാർബണിൽ ഇപ്പൊ എത്ര എണ്ണം കിട്ടിയടാ? കാർബണിൽ എത്ര എണ്ണം കിട്ടി? 2, 2, 4, 6, 8. അങ്ങനെ എത്ര എണ്ണം കിട്ടി? 8 എണ്ണം കിട്ടി. അപ്പൊ രണ്ടുപേരുടെയും പ്രേമം പൂത്തു. അങ്ങനെ CH4 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായി. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, ഈ ഒരു മോളിക്യൂൾ അഥവാ തന്മാത്രയിൽ എങ്ങനെയാണ് ബോണ്ടിങ് സാധ്യമായത്? ആ ബോണ്ടിങ് ഓർത്തു വെക്കണം. ആ ബോണ്ടിങ്ങിന്റെ പേരാണ് എന്ത്? കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഓർഗാനിക് തന്മാത്രകളിൽ കാണപ്പെടുന്ന ബോണ്ട് ഏതാണ്? കോവാലന്റ് ബോണ്ട്. സോ ഓർഗാനിക് മോളിക്യൂളിലെ ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് സംഭവിക്കുന്നത് എന്ത് വഴിയാണ്? ഷെയറിങ് വഴിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇവിടെ ഓരോ ഇലക്ട്രോണെങ്കിൽ നോക്കാം. ഈ 2 ഇലക്ട്രോണുകൾ ചേർത്ത് എനിക്കൊരു ഏകബന്ധനം വരയ്ക്കാം. ഈ 2 ഇലക്ട്രോൺ ചേർത്ത് എനിക്ക് മറ്റൊരു എന്ത് വരയ്ക്കാം? ഏകബന്ധനം വരയ്ക്കാം. അങ്ങനെയാണ് ഇവിടെയോ ഒരു ഏകബന്ധനം, ഇവിടെ ഒരു ഏകബന്ധനം. അപ്പൊ ഞാന് ഈ ഇലക്ട്രോൺ നമുക്ക് എക്സാമിനോ പരീക്ഷയ്ക്കോ ഒന്നും കാണിക്കണ്ട. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ വരയ്ക്കാം? മുകളിൽ C, മുകളിലാര H, മുകളിലാര സൈഡിൽ H, താഴെ H, സൈഡിൽ H. അങ്ങനെ ഇവര് ഇടയിലോ ബോണ്ട് ഏതാ? ഏകബന്ധനം. ഇവിടെ ഏകബന്ധനം, ഇവിടെ ഏകബന്ധനം, ഇവിടെ സിംഗിൾ ബോണ്ട്. ഇങ്ങനെയാണ് CH4 ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ അല്ലെ? നമുക്ക് സിംഗിൾ ബോണ്ടില് എത്രയാ? 2 ഇലക്ട്രോൺ. ഇതാ 2 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഡബിൾ ബോണ്ടിൽ നിങ്ങൾ പറ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഞാൻ മെല്ലെ പോകുന്ന കാരണം എന്താണ്? നമുക്ക് എന്നും അറിയാത്ത കുട്ടിയെ ഇന്ന് എന്ത് ചെയ്യണം? സെറ്റ് ആക്കണം. അപ്പോ ഡബിൾ ബോണ്ടിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? നിങ്ങൾ പറ. ഇപ്പൊ എല്ലാരും എഴുതി വിശ്വസിക്കുന്നത് എത്ര വരും? 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ?
ഓക്കെ, ഇനി നമ്മൾ ഓർഗാനിക് മോളിക്യൂൾ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഓർഗാനിക് മോളിക്യൂളിന് പേരിടാൻ പോകുന്നത്? ഇപ്പൊ നമ്മുടെ എനിക്ക് 3 പെൺകുട്ടികളുണ്ടായി. അപ്പൊ ഞാൻ പേരിട്ടു അഞ്ജു, മഞ്ജു, രഞ്ജു, കുഞ്ചു. 4 കുട്ടികളല്ലേ, പോട്ടെ, 4 കുട്ടികളെങ്കിൽ 4 കുട്ടികൾ. അതെന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ഓർഗാനിക് മോളിക്യൂളിന് പേരിടാൻ പോകുന്ന ടീമിന്റെ പേരാണ് എന്ത്? IUPAC. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും IUPAC എന്നൊക്കെ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഇത് ഉണ്ടായിട്ടുള്ളത് 1919. ഞാനിങ്ങനെ കൊല്ലെടുത്ത് പറയാൻ കാരണം ജെൻസി ഏജിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ന്യൂ ജനറേഷൻകാര് എപ്പോഴും ക്വസ്റ്റ്യൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പൊ വേണമെങ്കിൽ മത്സര പരീക്ഷകൾക്ക് ചോദിക്കാം, എന്ത് IUPAC എന്നാണ് ഉണ്ടായത്? 1919. 1919 പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. IUPAC പറഞ്ഞു പേരിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പേര് എങ്ങനെ തുടങ്ങാം, അല്ല പേരെങ്ങനെ അവസാനിക്കാം, നമുക്ക് അവിടുന്ന് തുടങ്ങാം കേട്ടോ. അപ്പൊ പേരിന്റെ എൻഡ് എങ്ങനെയാണ് ചെയ്യുക? പേരിന്റെ എൻഡ് അവസാനം. ഈ മലയാളം നമ്മൾ മലയാളികളുണ്ട് കേട്ടോ. അപ്പൊ പേരിന്റെ അവസാനം എങ്ങനെ? പേരിന്റെ അവസാനം നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കണ്ടറിയാം, കാർബണും തമ്മിൽ ഏകബന്ധനം, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ പേരിന്റെ ലാസ്റ്റ് എങ്ങനെയാണ്? ANE. പേരിന്റെ ലാസ്റ്റ് എന്താണ്? ANE. ഇനി പേരിന്റെ ലാസ്റ്റ് ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ എന്ത് ചേർക്കണം? ENE. ഇനി കാർബണും തമ്മിൽ ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരണം? YNE. ഈന് ഐന്. മലയാളം മീഡിയാണ്. ഐന്. അപ്പൊ എന്റെ മക്കൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം. അതായത് എന്താണ്? കാർബണും ഇടയിൽ ഏകബന്ധനമാണെങ്കിൽ എയിന്, കാർബണും ഇടയിൽ ദ്വിബന്ധനമാണെങ്കിൽ ഈന്, ത്രിബന്ധനമാണെങ്കിൽ എന്താണ്? ഐന്. ഇതാണ് പേരിന്റെ എന്ത്? അവസാനം. അപ്പൊ എന്താ അടുത്ത പ്രശ്നം? പേരിന് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരിക്കും? അപ്പൊ സ്റ്റാർട്ടിങ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ 9ാം ക്ലാസ് പഠിച്ച ചെറിയൊരു കാര്യം ഇവിടെ പറയാണ്ട്. ആൽക്കീന്, ആൽക്കൈന്. ഓക്കെ, ഇവർക്കെല്ലാം ഒരു പൊതു സമവാക്യം അഥവാ ജനറൽ ഫോർമുല ഉണ്ട്. CnH2n+2. അടുത്ത പ്രശ്നം, സാർ ആരാണ് N? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണെന്ത്? N. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. N is equal to 2 ആണെങ്കിൽ എന്താ ഒരു ഇക്വേഷൻ? C. N-ന്റെ സ്ഥാനത്ത് 2, H 2. N-ന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? 2 കൊടുത്തു, +2. അപ്പൊ എന്താ? C2H 2 × 2 4 + 2 6. ഇതാണ് N is equal to 2 വന്നാൽ. അപ്പൊ C2H6. ഇതാണ് N2. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻ എന്തായിരിക്കും? നോക്കാം നമുക്ക്. ജനറൽ ഫോർമുല CnH2n ആണ്. CnH2nൽ നമ്മളിനി N-ന് ഞാൻ 2 കൊടുത്തു. അപ്പോഴോ C2H2 × 2 C2H4. അങ്ങനെയാണെങ്കിൽ ആൽക്കൈന്റെ എന്തായിരിക്കും? ഒന്നുമില്ല, ഇവിടെ +2 ആണ്, അവിടെ എന്തായിരിക്കും? -2 ആണ്. CnH2n -2. അപ്പൊ നമുക്ക് എന്നാല് N-ന് 2 കൊടുത്ത് നോക്കാം. C2H 2 × 2 -2. 2 × 2 4 ആണ്. അപ്പൊ എന്താ വരിക? 4 - 2 2 ആണ്. സോ ആൽക്കൈന് പേരിന്റെ ലാസ്റ്റ് ഏകബന്ധനമാണെങ്കിൽ എയിനെന്നും, ദ്വിബന്ധനമാണെങ്കിൽ ഈനെന്നും, ത്രിബന്ധനമാണെങ്കിൽ ഐനെന്നും ചേർക്കണം. കൂടാതെ നമ്മളെ ജനറൽ ഫോർമുല പഠിച്ചു വെക്കണം. ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2, ആൽക്കീൻ ആണെങ്കിലോ CnH2n. ഇപ്പൊ പ്ലസും വന്നു. അപ്പൊ ലാസ്റ്റ് എന്താ? -2 ആണ്. ഇത് ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. 9ാം ക്ലാസ് ആണ്. പ്രശ്നമില്ല, നമ്മൾ തീരുമാനാക്കിക്കണു. അങ്ങനെ പേരിന്റെ അവസാനം ഒക്കെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പേരിന്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പേരിന്റെ തുടക്കമാണ്, സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, പേരിന്റെ സ്റ്റാർട്ടിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കോളം കാണാം. ഇതെന്താ മക്കളെ? എത്തുന്നൊക്കെ ഉണ്ടല്ലേ? എന്താ അല്ലേ? നോക്കി നോക്കാം നമ്മള്. അപ്പൊ അത് ആദ്യമായിട്ട് ഇവിടെ ഞാൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേടാ. നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് പേരിന്റെ എന്ത്? സ്റ്റാർട്ടിങ്.
ഇവിടെ എന്തുണ്ട്? ഒരു കാർബൺ ആണെങ്കിൽ പേരിന്റെ ലാസ്റ്റ് എന്താണ്? മീത് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ മെത്ത് എന്ന് പറയും. രണ്ടാണെങ്കിൽ ഈത്, മൂന്നാണെങ്കിൽ പ്രൊപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അഞ്ചാണെങ്കിൽ പെന്റ്, ആറാണെങ്കിൽ എക്സ്, ഏഴാണെങ്കിൽ ഹെപ്റ്റ്, എട്ടാണെങ്കിൽ ഒക്റ്റ്, ഒമ്പതാണെങ്കിൽ നണ്ണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, 10 എന്താ വരിക? 10 ഡക്ക് എന്നാണ് വരിക. മറ്റേ എന്തല്ല, താറാവല്ല കേട്ടോ, ഡക്ക്. അപ്പോ ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ ഈ 2 ചാപ്റ്ററും, ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ ഇനി കാണാൻ പോകുന്നതും പഠിക്കാൻ പാടുള്ളൂ. റെഡി? അപ്പൊ ഒന്നുകൂടി പറയാം. പേരിന്റെ എൻഡാണ് എന്താ? എയിന്, ഈന്, ഐന്. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്താ? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, മൂന്നാണെങ്കിൽ പ്രൊപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അഞ്ചാണെങ്കിൽ പെന്റ്, ആറാണെങ്കിൽ എക്സ്, ഏഴാണെങ്കിൽ എറ്റ്, എട്ടാണെങ്കിൽ ഒക്റ്റ്, ഒമ്പതാണെങ്കിൽ നണ്ണ്, 10 ഡക്ക്. ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് കാര്യം കൂടി ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു മോളിക്യൂൾ ഇപ്പൊ എഴുതി കാണിച്ചതേ. CH3 ഇങ്ങനെ ഒരു മോളിക്യൂൾ നിങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, പേരിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആദ്യം കാർബണിന്റെ എണ്ണം നോക്കണം. അപ്പൊ മക്കളെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2. അപ്പൊ 2 കാർബൺ ആണെങ്കിൽ ആരാടാ? ഈത്. 2 കാർബൺ ആണെങ്കിൽ ഈത്. ഞാൻ എഴുതി ഈത്. ഓക്കെ, അങ്ങനെയാണ് ഈ പേരിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് നോക്കണം? കാർബണിന്റെ ഏത് ബന്ധനമാണെന്ന് നോക്കണ്ടേ? നോക്കാൻ വെക്കുന്നാല് ഇവിടെ ഏതാ ബന്ധനം? ഇവിടെ ഏകബന്ധനമല്ലേ? ഏകബന്ധനം ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? എയിന്. സോ ഇതിന്റെ പേരെന്താ? ഈതൈന്. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ എന്താ പഠിച്ചത്, എന്തിനാ പഠിച്ചതെന്ന് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഇടാം. നോക്കിക്കടാ, CH3, CH2, CH3. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. 1, 2, 3 കാർബൺ ആണെങ്കിൽ ഞാൻ അതിന് ഇങ്ങനെ എഴുതി C3. എന്താ? C3. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര H ഉണ്ട്? H എത്രയാ മക്കളെ? 3, 5, 8. അപ്പോ CH8. ഇങ്ങനെ എഴുതുന്നതിനൊരു പേരുണ്ട്. ഇങ്ങനെ എഴുതുന്നതിന്റെ പേരാണ് എന്ത്? MF അല്ല, ഇതിന്റെ പേരെന്താ? മോളിക്കുലാർ ഫോർമുല. ഇങ്ങനെ എഴുതുന്നതിന്റെ പേരെന്താ? മോളിക്കുലാർ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഇതിന്റെ IUPAC നെയിം എന്താടാ? IUPAC നെയിം എന്ന് പറഞ്ഞാല് ആദ്യം കാർബണിന്റെ എണ്ണം നോക്കണം. കാർബണിന്റെ എണ്ണം എത്രയാ? 3 ആണ്. 3 ആണെങ്കിൽ എന്ത് വരും? പ്രൊപ്പ്. 3 ആണെങ്കിൽ പ്രൊപ്പ്. അപ്പൊ ഞാൻ എന്താ പ്രൊപ്പ് എഴുതുകയാണ്? പ്രൊപ്പ്. ഇനി ഏതാ ബന്ധനം? ഇവിടെ ബന്ധനം ഏതാ നിങ്ങൾ പറയാ? ഏകബന്ധനം. അപ്പൊ എന്താ പേര് വരിക? ലാസ്റ്റ് എന്ത് കൊടുക്കണം? ANE. ഇപ്പൊ പേരെന്താ? പ്രൊപ്പൈൻ. പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതിന്റെ IUPAC നെയിം എന്താണ്? IUPAC നാമം എന്താണ്? നമ്മൾ എന്തിനാ പഠിച്ചതെന്നും 2 എക്സാമ്പിളും ചെയ്തു. ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാൻ നമുക്കെന്നാല് ഒരു പ്രാക്ടീസിന് വേണ്ടി. CH3, CH2, CH2, CH3. മക്കളെ പറയടാ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താ വരിക? നിങ്ങൾ പറയും. 1, 2, 3, 4. C4. H 3, 5, 7, 10. C4 H10. അങ്ങനെയാണെങ്കിൽ 4 കാർബൺ ആണെങ്കിൽ അതാരാ? 4 കാർബൺ ആണെങ്കിൽ ആരാ? ബ്യൂട്ട്. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. ഇനി ഏതാ മോനെ ബന്ധനം? ഏകബന്ധനം. അപ്പോൾ ഇതേതാണ്? ഇത് എയിനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്, അതെങ്ങനെയാണ് ഉത്തരം അല്ലെങ്കിൽ ചോദ്യം എങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാർബണിന്റെ എണ്ണം നോക്കണം. അവസാനം നമ്മൾ കാർബണും തമ്മിലുള്ള ബന്ധനം ഏതാന്ന് നോക്കിയാൽ മാത്രമേ പേര് കിട്ടുള്ളൂ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുക. IUPAC നാമം എന്താണ്? IUPAC നോമൻക്ലേച്ചർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്റെ മക്കൾ ഇത് ഒറ്റ കാര്യം ചെയ്യുന്നിട്ട് ഞാനും പറയുന്നുള്ളൂ. ഇവിടെ ചോദ്യം എന്താണ്? ഈ പറയുന്ന മോളിക്യൂളിന്റെ എന്ത് കാണണം? IUPAC നോമൻക്ലേച്ചർ കാണണം. നോക്കടാ, എത്ര കാർബൺ ഉണ്ട്? അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കാണാം. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5. C5. H എത്രയടാ? 3, 5, 7. 7ഉം 9ഉം 3ഉം 12. ഓക്കെ, 5 കാർബൺ ആണെങ്കിൽ പേരിന്റെ സ്റ്റാർട്ടിങ് എന്താ വരിക?
മീത്, ഇങ്ങനെ ചൊല്ലി തന്നെ പഠിക്കണം കേട്ടോ. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. അപ്പൊ ഞാൻ പെൻറ്റ് എഴുതി. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം മക്കളെ, എടാ ഇവിടെ ഏതാടാ ബോണ്ട്? ഏകബന്ധനം, 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 ഏകബന്ധനം. അപ്പൊ ഇവിടെ എങ്ങനെ അവസാനിക്കണം? നിങ്ങൾ തന്നെ പറ. ANE. അപ്പൊ പേരെന്താ? പെൻറ്റെയിൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം, ഒരു ചോദ്യം കൂടി ഇടാം. നോക്കിക്കോളൂ. CH3, CH2, CH3. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പറയടാ ഇതിന്റെ പേരെന്താ വരിക? അപ്പൊ നമുക്ക് മോളിക്യൂൾ എഴുതാം. സി എത്ര ഉണ്ട് ഇവിടെ? C3, H2 3 6. മക്കളെ 3 കാർബൺ ആണെങ്കിൽ പേരിന്റെ സ്റ്റാർട്ടിങ് എന്താ? മീത്, ഈത്, പ്രൊപ്പ്. പ്രൊപ്പ്. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. ഇത് ഏകബന്ധനാണ്, പക്ഷെ ഇതെന്താടാ? ദ്വിബന്ധന. അപ്പൊ ഏകബന്ധനവും ദ്വിബന്ധനവും വന്നാൽ, സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വന്നാൽ, ഡബിൾ ബോണ്ടിനാണ് എന്തുണ്ടാവുക? പ്രയോറിറ്റി ഉണ്ടാവുക. ഡബിൾ ബോണ്ടാണ് മെയിൻ അവിടെ. അപ്പൊ എങ്ങനെ അവസാനിക്കണം? ENE. എന്താണ്? ENE. എന്താണ് പേര്? പ്രൊപ്പീൻ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ബ്രാഞ്ചിങ് ഉണ്ട്. അപ്പൊ 2-3 ചോദ്യം കൂടി. ബ്രാഞ്ചിങ് പോണ്ട, നമുക്ക് ഒരു ചോദ്യം കൂടി, ഒരു ട്രിപ്പിൾ ബോണ്ടുള്ള ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് പോവാം. ടഫ് വേണോ സിമ്പിൾ വേണോ? ടഫ് ആയിക്കോട്ടെ. ഇങ്ങനെ വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 2 കാർബൺ. അപ്പോ C2, HO2. അപ്പൊ 2 കാർബൺ ആണെങ്കിൽ പേരിന്റെ സ്റ്റാർട്ടിങ് എന്താ? ഈത്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് വരണം? YNE, ഈതൈൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഞാനിവിടെ ഒരു മോളിക്യൂളിന്റെ പേര് എഴുതാം. അപ്പൊ ഞാനിപ്പോൾ ഇത്രയും നേരം പഠിച്ചത് എങ്ങനെയാ? നമ്മൾ മോളിക്യൂള് തന്നു, അതിന്റെ എന്ത് കണ്ടു? പേര് കണ്ടു. ഇനി നമുക്ക് തിരിച്ച് പേര് ഞാൻ തരാം. പേര് ഇതാണേ. പേര് പ്രൊപ്പൈൻ. ഓക്കെ, പേര് നമുക്കൊരു പ്രൊപ്പൈൻ ആയിക്കോട്ടെ. പ്രൊപ്പൈൻ. മക്കളെ പ്രൊപ്പൈൻ എന്നാണ് പേര്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ അഥവാ മോളിക്യൂളിന്റെ ഘടനാവാക്യം എങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യം പ്രൊപ്പാണ്. ഓക്കെ, അപ്പൊ പ്രൊപ്പാണ്. പ്രൊപ്പ് ആണെങ്കിൽ എത്ര കാർബണാ? പ്രൊപ്പൈൻ ആണ്. അപ്പൊ പ്രൊപ്പ് ആണെങ്കിൽ എത്ര കാർബണാ? മീത്, ഈത്, പ്രൊപ്പ്. എത്ര എണ്ണം? 3 എണ്ണം. അപ്പൊ 3 എണ്ണാണ്. അപ്പൊ ഞാൻ 3 എണ്ണം വരച്ചു. 1, 2, 3. ഇനി മക്കളെ ഇവിടെ ഏതാ? ANE ആണ്. ANE ആണെങ്കിൽ ബോണ്ട് ഏതാ? ANE ആണെങ്കിൽ 1, 2. ഇനി നമുക്കറിയാം കാർബൺ സ്നേഹിക്കാൻ എത്ര എണ്ണം വേണം? 1 വേണം അല്ലേ? സോറി, 4 എണ്ണം വേണം. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ ഇവിടെ 3H. ഇവിടെയും ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ 3H. അപ്പൊ പക്ഷെ ഇവിടെ എത്ര ഉണ്ട്? 1ഉം 2ഉം. അപ്പൊ ഇവിടെ എത്ര H വേണം? 2H. അപ്പൊ എപ്പോഴും 4 എണ്ണത്തിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ബ്രാഞ്ചിങ് വരാൻ പോവാട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ചെറുതായി. അപ്പൊ നമുക്ക് ആദ്യം നമ്മളൊരു മരത്തിന് ഇങ്ങനെ പഠിച്ചത്, ഇവിടെ മരത്തിന് ചെറുതായിട്ട് എന്തും കൂടി വന്നു? ചില്ലകൾ, ശാഖകൾ കൂടി വന്നു. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ തന്മാത്രയില് നോക്കാം, നീളമുള്ള ചെയിനും ഉണ്ടാവും, ശാഖയും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് ടഫാണ്. പിന്നെ നമുക്ക് ശാഖകൾ, നമുക്ക് ബ്രാഞ്ചിങ് വന്നാൽ എങ്ങനെ പേരിടാന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ശാഖ അഥവാ ബ്രാഞ്ച് ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ലോങ് ചെയിൻ അല്ലെങ്കിൽ നീളമുള്ള ചെയിൻ. ഓക്കെ, നീളമുള്ള ചെയിൻ എഴുതേണ്ടത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊന്ന് നോക്കടാ. ഈ മോളിക്യൂളിൽ ഏറ്റവും കാർബൺ അടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് അതിന്റെ എന്ത്? ലോങ് ചെയിൻ. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ എന്താണ്? ശാഖയാണ്. ഒരു വട്ടം കൂടി പറയാം. ഈ മോളിക്യൂളില് ഇതാണ് എന്ത്? നീളമുള്ള ചെയിൻ. 1, 2, 3, 4 കാർബണുള്ള, ഏറ്റവും കാർബണുള്ള നീളമുള്ള ചെയിൻ അതാണ്. അങ്ങനെയാണെങ്കിൽ ഇതതിന്റെ എന്താണ്? ശാഖയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ശാഖയുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരെ എഴുതേണ്ടത്? ശാഖ എഴുതേണ്ടത്. പിന്നെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? നീളമുള്ള ചെയിൻ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ആദ്യം എഴുതേണ്ടത് എന്താണ്? ശാഖയാണ്. ശാഖയിലടാ എത്ര കാർബൺ ഉണ്ട്? ശാഖയിൽ 1 കാർബൺ ആണ്. അപ്പൊ നമ്മൾ എന്തെഴുതി? മീതെന്ന് എഴുതി. ശാഖയിൽ 1 കാർബൺ ആയതുകൊണ്ട് മീതെന്ന് എഴുതി.
ഇനി ശാഖ ഇനി നീളമുള്ള ചെയിനിൽ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് അവിടെ എന്ത് അവസാനിക്കണം? ഐൽ. അപ്പോൾ ഒരു കാർബൺ ആണ് ശാഖയിലെങ്കിൽ മീഥൈൽ, രണ്ട് കാർബൺ ആണെങ്കിൽ ഈഥൈൽ, മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പൈൽ, നാല് കാർബൺ ആണെങ്കിൽ ബ്യൂട്ടൈൽ, അഞ്ച് കാർബൺ ആണെങ്കിൽ പെന്റൈൽ. ഓക്കെ, അപ്പോ ഇനി നീളമുള്ള ചെയിൻ ആണ്. നീളമുള്ള ചെയിൻ എന്താ? ഇതാണ് നീളമുള്ള ചെയിൻ. നീളമുള്ള ചെയിനിൽ എത്ര ഉണ്ട്? 1, 2, 3, 4. അപ്പൊ 4 സ്റ്റാർട്ടിങ് എന്താ? സ്റ്റാർട്ടിങ് എന്താണ്? മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഇനി അതും എങ്ങനെ അവസാനിച്ച്? സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. അപ്പൊ അതെങ്ങനെ അവസാനിക്കണം? അത് ANE എന്ന് പറഞ്ഞ് അവസാനിക്കണം. ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. എടാ, മെയിൻ അല്ലെങ്കിൽ മെയിൻ ലോങ് ചെയിനില് എത്രാമത്തതിലാണ് ആ ശാഖ എന്നും കൂടി പറഞ്ഞാൽ മാത്രമേ പൊസിഷൻ പറയണം. അതായത് ഈ മരത്തിലെ എത്രാമത്തെ ചില്ലയിലാണ് ഈ ശാഖ എന്ന് പറയണം. അപ്പൊ നമ്മൾ എണ്ണി നോക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ സൈഡിൽ നിന്ന് 1, 2, 3 ആണ്. ഇനി ഈ സൈഡിൽ നിന്ന് 1, 2. അപ്പൊ ശ്രദ്ധിക്കണം, ഇങ്ങനെ എണ്ണുമ്പോ 1, 2, 3, 1, 2, 3. അപ്പുറത്ത് നമ്മളോ 1, 2. അപ്പൊ 3 ആണോ 2 ആണോ ലാഭം? 3 ആണോ 2 ആണോ ലാഭം? 2 ആണ് ലാഭം. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുക്കണം? 2 മീഥൈൽ ബ്യൂട്ടൈൻ. അതാണ് നമ്മുടെ പേര്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ നീളമുള്ള ചെയിൻ സെലക്ട് ചെയ്യണം. നീളമുള്ള ചെയിനിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉണ്ടാവണം. ബാക്കിയുള്ള ആളാണ് എന്ത്? ശാഖ. ശാഖയുണ്ടെങ്കിൽ ആദ്യം ശാഖ എഴുതണം. അപ്പൊ നമ്മള് ബ്രാഞ്ചിങ് വരുമ്പോ എങ്ങനെയാണ് പേര് എഴുതുക എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പൊ ചോദ്യത്തിൽ നിന്ന് നോക്കി നോക്കൂ. ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ളതായിരിക്കണം എന്ത്? ലോങ് ചെയിൻ. ഇങ്ങനെ വരുമ്പോ എത്രയാ? 1, 2, 3, 4, 5. ഇങ്ങനെ വന്നപ്പോ 5 വന്നു. നമ്മൾ എപ്പോഴും നേരെ മാത്രമല്ല എല്ലാ രീതിയിലും നോക്കണം. ഇങ്ങനെ വരുമ്പോഴോ 1, 2, 3, 4, 5. അപ്പോൾ എത്രയാണ്? 5. ഇനി ഇങ്ങനെയോ നിങ്ങൾ തന്നെ പറ 1, 2, 3, 4, 5. അപ്പോൾ എത്രയാണ്? 5. അപ്പൊ നമുക്ക് നേരെ തന്നെ എടുക്കാം. നമ്മൾ നേരെ എടുത്തു. അപ്പൊ ഈ പറയുന്ന ഇതെത്ര എന്താണ്? ബ്രാഞ്ചാണ്. അപ്പൊ നമുക്ക് പേരിട്ട് നോക്കാം. ലോങ് ചെയിൻ ആണോ ആദ്യം ബ്രാഞ്ച് ആണോ എഴുതുക? നമ്മൾ ബ്രാഞ്ച് ആണ് എഴുതുക. അപ്പൊ എന്താ നോക്കിക്കോ, ബ്രാഞ്ച്, പിന്നെയോ ലോങ് ചെയിൻ. ഓക്കെ, ഇനി നമ്മുടെ ബ്രാഞ്ചിൽ എത്ര ഉണ്ട്? 1, 2. 2 കാർബൺ ആണെങ്കിൽ എന്ത് വേണം? ഈതെന്ന് ചേർക്കണം. മീത് ഈതല്ലേ? ആണ്. അപ്പൊ ബ്രാഞ്ച് ആണ് എങ്ങനെ അവസാനിക്കണം? ഐൽ. അപ്പൊ എന്ത് വന്നു? ഈതൈൽ. ഇനി ലോങ് ചെയിനിലോ എത്ര ഉണ്ട്? ലോങ് ചെയിനില് 1, 2, 3, 4, 5. 5 ആണെങ്കിൽ എന്ത് എഴുതണം? ആദ്യം മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. 5 ആണെങ്കിൽ പെന്റ്. ലോങ് ചെയിനിൽ 5 കാർബൺ ആണ്. അപ്പൊ പെന്റ് എന്ന് വന്നു. ഇനി നമ്മുടെ ലോങ് ചെയിനിൽ ഏതാ ബോണ്ട്? സിംഗിൾ, 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 സിംഗിൾ. അപ്പൊ എങ്ങനെ അവസാനിക്കണം? ANE ആണോ ENE ആണോ? ANE ആണ്. അപ്പൊ പേരെന്താ? ഈഥൈൽ പെന്റൈൽ. കഴിഞ്ഞോ? ഇല്ല. ശാഖയുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്മൾ പറയണം. പൊസിഷൻ നമ്മൾ പറയുമ്പോ രണ്ട് സൈഡിൽ നിന്നും എണ്ണി നോക്കണം. ഇവിടെ നിന്നുമ്പോ 1, 2, 3. അപ്പൊ ഈ സൈഡിൽ നിന്ന് 3 ആണ്. ഈ സൈഡിൽ നിന്നോ 1, 2, 3. അപ്പൊ അപ്പുറത്തും 3 ആണ്, ഇപ്പുറത്തും 3 ആണ്. അപ്പൊ നമ്മുടെ പൊസിഷൻ എത്രയാ? 3. സോ പേരെന്താ? 3 ഈഥൈൽ പെന്റൈൽ. ഓക്കെ അല്ലേ? ഓക്കെ ആന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ പ്രത്യേകത ഉണ്ട്. ഇവിടെ പേര് തന്നിട്ടുണ്ട്. പേര് തന്നു, പക്ഷെ നമ്മൾ എന്ത് കാണണം? IUPAC നാമം. IUPAC നാമം കാണണം. അപ്പൊ ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഇത് കുറച്ച് ടഫാണ്. അപ്പൊ നമുക്കറിയാം, ആദ്യം എന്തെഴുതണം? ബ്രാഞ്ച് എഴുതണം. പിന്നെ എന്തെഴുതണം? ലോങ് ചെയിൻ എഴുതണം. ആദ്യം ശാഖ എഴുതണം, പിന്നെ നീളമുള്ള ചെയിൻ എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ എഴുതിയതായിരിക്കും എന്ത്? ബ്രാഞ്ച്. ഈ എഴുതിയതായിരിക്കും ലോങ് ചെയിൻ. അപ്പൊ ബ്രാഞ്ചിൽ എത്ര ഉണ്ട്? 2. ലോങ് ചെയിനിലോ 5. നോക്കിക്കോ, ഇത് ബ്രാഞ്ച് ആണ്, ഇതെന്താണ്? ലോങ് ചെയിൻ ആണ്. അപ്പൊ നമ്മള് IUPAC നാമം തന്നിട്ട് അതിന്റെ ഘടനാവാക്യം വരയ്ക്കുമ്പോ ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? ലോങ് ചെയിൻ ആണ്. ലോങ് ചെയിനിൽ എത്ര ഉണ്ട്? പെന്റൈൻ ആണ്. പെന്റൈൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നമ്മൾ 5 വരച്ചു. 5 കാർബൺ. 1,
1 2 3 4 5. ഇപ്പൊ നമ്മൾ ലോങ് ചെയിൻ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ലോങ് ചെയിൻ രണ്ടാമതാണ് എഴുതുക. അങ്ങനെ രണ്ടാമത് എഴുതിയ പെൻറ്റെയിനിലെ 5 എണ്ണം നമ്മൾ വരച്ചു. ഇനി ആ പെൻറ്റെയിനില് എല്ലായിടത്തും അവസാനിച്ച് എങ്ങനെയാ? എയിൻ ആണ്. എയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ സിംഗിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മീഥൈലാണ്. മീഥൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രണ്ണാണ്? 1 എത്രാമത്തേലാണ്? 2. അപ്പോ സ്ട്രക്ചറൽ ഫോർമുല ഘടനാവാക്യം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇഷ്ടമാണ് ഈ സൈഡിൽ നിന്ന് വേണോ ഈ സൈഡിൽ നിന്ന് വേണോ നമ്പർ ഇടാൻ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് നമ്പർ ഇട്ടു. 1 1 2 3 4 5. സോ രണ്ടാമത്തെ കാർബണിൽ ഞാൻ എന്ത് കൊടുത്തു? ഒരു ബ്രാഞ്ച് കൊടുത്തു. ആ ബ്രാഞ്ചില് എത്ര ഉണ്ട്? മീഥൈലാണ്. ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ സി കൊടുത്തു. ഈ ഈഥൈലാണെങ്കിൽ ഞാൻ അവിടെ 2 കൊടുക്കണം. ഇവിടെ മീഥൈലാണ്. അപ്പൊ 1 കൊടുത്താൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിന് എച്ച് കൊടുക്കുക. ഒരു കാർബണിന്റെ വാലൻസി അല്ലെങ്കിൽ കാർബൺ ടേബിൾ ആവണമെങ്കിൽ 4 വേണം. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ 4 ആവാൻ 3 എച്ച് കൊടുത്തു. ഇവിടെ 1 2. അപ്പൊ ഇവിടെ എത്ര എച്ച്? 2 എച്ച്. ഇവിടെ 1 2. അപ്പൊ 2 എച്ച്. ഇവിടെ 1 2 3. അപ്പൊ 4 ആവാൻ 1 എച്ചും കൂടി. ഇവിടെയോ ഒന്നുള്ളൂ. അപ്പൊ 4 ആവാൻ 3 എച്ച്. ഇവിടെ ഒന്നുള്ളൂ. അപ്പൊ 4 ആവാൻ 3 എച്ച്. ഇങ്ങനെയാണ് എന്തെഴുതുക? 2-methyl pentane എഴുതുക. ഇനി ഇതിന് ഒരു ഉത്തരം കൂടിയുണ്ട്. ആ ഉത്തരം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ പോലെ ലോങ് ചെയിനിൽ 5 കാർബൺ ഉണ്ട്. ആ 5 കാർബൺ ദാ വരച്ചു. 1 2 3 4 5. പക്ഷേ ഇവിടെ ഞാൻ നമ്പർ ഇടാൻ പോകുന്നത് ഇവിടുന്ന് 1 2 3 4 5. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാർബണില് ഞാൻ എന്ത് കൊടുത്തു? ഒരു ബ്രാഞ്ച് കൊടുത്തു. ബ്രാഞ്ചിൽ എത്ര ഉണ്ട്? ബ്രാഞ്ചിൽ ഒന്നാണ്. മീഥൈലാണ്. 1 കൊടുത്തു. ഇനി ആവശ്യം നമുക്ക് എച്ച് കൊടുത്താലോ? ഇവിടെ എത്രയാ? അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇവിടെ ബോണ്ട് ഏതാ? സിംഗിൾ ബോണ്ടാണ്. അപ്പൊ 1 2 3 4 എല്ലാവർക്കും സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ട എച്ച്. ഇവിടെ ഒന്നുള്ളൂ. അപ്പൊ 3 എച്ച്. ഇവിടെ 1 2 3 1 എച്ച് മതി. ഇവിടെയോ ഒന്നുള്ളൂ. അപ്പൊ 3 എച്ച്. ഇവിടെ 3 എച്ച്. ഇവിടെ 2 എച്ച്. ഇവിടെ 2 എച്ച്. നിങ്ങളൊരു കാരണം വെച്ചാലും നടുഭാഗത്ത് എപ്പോഴും 2ഉം അറ്റത്ത് 3 പഠിക്കരുത്. ആവശ്യത്തിന് മാത്രം നമ്മൾ എച്ച് കൊടുക്കുക. കാർബൺ 4 വേണം. അപ്പൊ ബോണ്ട് 2 സൈഡിൽ വെണ്ണീന് ശേഷം മാത്രം നമ്മൾ കൊടുക്കുക. സോ ഇതും ഇതിന്റെ ഉത്തരമാണ്. ഇതും ഇതിന്റെ ഉത്തരമാണ്. കുട്ടിക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. ഏത് സൈഡിൽ നിന്ന് എണ്ണണം എന്ന് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മാത്രം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതാ ഈ ചോദ്യം ചെയ്യാം കേട്ടോ. ഈ ചോദ്യത്തില് എന്ത് കാണണം? IUPAC നാമം കാണണം. IUPAC നാമം കാണണമെങ്കിൽ ആദ്യം ബ്രാഞ്ച് പ്ലസ് ലോങ് ചെയിൻ. ബ്രാഞ്ച് പ്ലസ് ലോങ് ചെയിൻ. അപ്പൊ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എണ്ണി നോക്കണ്ടേ? അതിന് മുമ്പ് നമ്മൾ ലോങ് ചെയിൻ കാണണ്ടേ? 1 2 3. പറ്റുമോ? ഇല്ല. 1 2 3 4 5 6. ഇതാണ് നമ്മുടെ എന്ത്? ലോങ് ചെയിൻ. ഒന്നുകൂടി പറയാം. ഏറ്റവും കൂടുതൽ കാർബൺ ഇതാണ് നമ്മുടെ ലോങ് ചെയിൻ. അപ്പൊ ഇതും എന്താണ്? ബ്രാഞ്ച് ആണ്. ഞാൻ ബ്രാഞ്ചിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു നീല കളർ കൊടുക്കാം കേട്ടോ. അപ്പൊ ബ്രാഞ്ച് എന്താണ്? ഇതാണ്. ഓക്കെ. ബാക്കിയുള്ള എന്താണ്? ലോങ് ചെയിൻ ആണ്. അപ്പൊ ബ്രാഞ്ചും ലോങ് ചെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ബ്രാഞ്ച് എഴുതണം. ബ്രാഞ്ചിൽ ഒരു പ്രശ്നമുണ്ട്. ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് എഴുതി? മീഥൈൽ. ഓക്കെ. പക്ഷെ ഇവിടെ എത്ര മീഥൈലുണ്ട്? നമുക്ക് 2 മീഥൈലുണ്ട്. നോക്കണേ, ഇവിടെ 2 മീഥൈലുണ്ട്. ശ്രദ്ധിക്കണം. ഇവിടെ എന്തുണ്ട്? ബ്രാഞ്ചിൽ 2 മീഥൈലുണ്ട്. നേരത്തെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഒരേപോലെ 2 ഉണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഡൈ എന്ന് ചേർക്കണം. ഒരേപോലെ 2 ഉണ്ടെങ്കിൽ ഡൈ എന്ന് ചേർക്കണം. ഒരേപോലെ 3 ഉണ്ടെങ്കിൽ ട്രൈ എന്ന് ചേർക്കണം. ഒരേപോലെ 4 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ടെട്രാ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മലയാളം മീഡിയത്തിൽ അങ്ങനെ തന്നെയാണ് പറയാ. ഒരേപോലെ 2 ഉണ്ടെങ്കിൽ ഡൈ, ഒരേപോലെ 3 ഉണ്ടെങ്കിൽ ട്രൈ, ഒരേപോലെ 4 ഉണ്ടെങ്കിൽ ടെട്രാ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പറ, ഇവിടെ എത്ര ഉണ്ട്? ഒരേപോലെ 2 ഉണ്ട്. അപ്പൊ 2 ഉള്ളത് കൊണ്ട് ഞാൻ മീഥൈലിന്റെ മുൻപിൽ എന്ത് ചേർക്കണം? ഇതിന് മുമ്പിൽ
ഡൈ എന്ന് ചേർത്തു. ഇനി ഇവിടെ 3 മീതയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡൈ എന്ന് പറയാൻ എന്ത് ചേർക്കണം? ട്രൈ എന്ന് ചേർക്കണം. മലയാളത്തിലും ട്രൈ എന്ന് തന്നെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഇനി ഞാൻ എന്തെഴുതണം? നീളമുള്ള ചെയിൻ എഴുതണം. നീളമുള്ള ചെയിനിൽ നോക്കിക്കോ, എത്ര ഉണ്ട്? 1 2 3 4 5 6. ഇത് പ്രൊഫ്യൂട്ട് പെന്റെ എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് എഴുതി. ഇനി എല്ലായിടത്തും ബോണ്ട് ഏതാ? ഏകബന്ധനം 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 ഏകബന്ധനം. അപ്പൊ ഇവിടെ എന്ത് ചേർക്കണം? ഇനി ഞാനിവിടെ അവസാനം ഏനി. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടി ഇല്ലേ? എന്താണ്? പൊസിഷൻ ആണ്. പൊസിഷൻ നമ്മൾ നോക്കണം. 2 സൈഡിൽ നിന്നും എണ്ണണം. എണ്ണിയത് ഏറ്റവും ചെറുതല്ലേ? എണ്ണി നോക്കുക. 1 2 നോക്കാം, എണ്ണി നോക്കാട്ടോ. 1 2 3 4 5 6. അപ്പൊ എണ്ണുമ്പോ 4 2 അപ്പൊ 2ഉം 4ഉം. ഓക്കെ, 2ഉം 4ഉം ആണ്. ശ്രദ്ധിക്കണം, 2ഉം 4ഉം ആണ്. ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് എണ്ണാം. 1 2 3 4 5 6. അപ്പൊ എത്രയാ വന്നത്? 3 5 ആ സൈഡിൽ നിന്ന്. അപ്പൊ നിങ്ങൾ പറ, 3ഉം 5ഉം ആണോ ലാഭം? 2ഉം 4ഉം ആണോ ലാഭം? 2ഉം 4ഉം ആണ്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? 2ഉം 4ഉം ആണ്. ഈ 2ഉം 4ഉം ഞാൻ ഇവിടെ കൊടുക്കണം. 2,4 ഡൈമീഥൈൽ ഹെക്സേൻ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി റീവൈൻഡ് അടിച്ചാലും കുറച്ചുകൂടി കിട്ടും. അങ്ങനെ ഓരോന്നും പഠിച്ചു വേണം നമുക്ക് അടുത്തേക്ക് പോവാൻ. അങ്ങനെയാണ് എന്റെ മക്കള് ഈ പറയുന്ന ഇതിന്റെ എന്ത് വരയ്ക്കണം? ഘടനാവാക്യം വരയ്ക്കണം. ഇതിന്റെ ഘടനാവാക്യം വരയ്ക്കണം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾ പറ, ഇങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതുന്നത് ബ്രാഞ്ച്, ലാസ്റ്റ് എഴുതുന്നത് എന്താ? ലോങ് ചെയിൻ. അപ്പൊ നമ്മളാണ് ഘടനാവാക്യം വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ലോങ് ചെയിൻ വരയ്ക്കണം. എന്റെ ലോങ് ചെയിനിൽ എത്ര ഉണ്ട്? നിങ്ങൾ നോക്ക്, ഹെപ്റ്റ് ആണ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? നിങ്ങൾ പറ 1 2. ഹെപ്റ്റ് എന്താ? ഇത് പ്രൊഫ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ് 7 എണ്ണാണ്. 1 2 3 4 5 6 7 ഹെപ്റ്റ് വരച്ചു. ഇനി നിങ്ങളാണ് നമ്പർ ഇടുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ സൈഡിൽ നിന്ന് നമ്പർ ഇടാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഇടുക. എന്നിട്ട് താഴെ എന്തോ ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഇട്ടു. ഞാൻ ഇവിടുന്ന് ഇട്ടു 1. നോക്കണേ, 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു. അപ്പൊ ഈ എവിടെയൊക്കെ ബ്രാഞ്ച്? 2ലും 5ലും. 2ലും പിന്നെയോ 3 4 5. 2ലും 5ലും ഞാൻ ബ്രാഞ്ച് കൊടുത്തു. അപ്പൊ സാറ് താഴേക്കാണല്ലോ, മോളിക്ക് ഇട്ടൂടെ? ഒരു കുഴപ്പമില്ല, മോളിക്ക് ഇടാം. അപ്പൊ ഞാൻ നിങ്ങൾ ഇഷ്ടപ്രകാരം ഞാൻ എന്ത് ചെയ്തു? ഞാന് മോളിക്ക് കൊടുക്കാൻ പോവാണേ. ഒരു ബ്രാഞ്ച് ഇവിടെ മക്കളാണ് വലുത്. മോളിക്ക് കൊടുത്തു. ഇനി ആരാടാ ബ്രാഞ്ചിലുള്ളത്? ബ്രാഞ്ചിൽ മീതയില. എത്ര ഡൈയ? അപ്പൊ ഒരേപോലെ ഒരേപോലെ എത്ര? 2 മീതയിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സി കൊടുത്തു, ഇവിടെ ഒരു സി കൊടുത്തു. ഇവിടെ ഈതയിലാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സിയും കൂടി കൊടുക്കണം. പക്ഷെ ഇവിടെ മീതയില, അപ്പൊ ഞാൻ 2 ഇപ്പൊ കൊടുത്തു. ഇനി നമുക്ക് എല്ലായിടത്തും ഏത് ബോണ്ടാന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഏത് ബോണ്ടാ? ANE ആണ്. അപ്പൊ ANE ആയതുകൊണ്ട് നമ്മുടെ മെയിൻ ചെയിനിൽ എല്ലായിടത്തും നമുക്ക് എന്ത് കൊടുക്കാം? സിംഗിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി ആവശ്യത്തിന് മാത്രം സ്നേഹിച്ചാൽ മതി. അനാവശ്യത്തിന് സ്നേഹിക്കാൻ പോണ്ട. നമുക്ക് ആവശ്യത്തിന് വെച്ചു കൊടുക്കാം. ഒരു കാർബൺ എത്ര എണ്ണം വേണം? 4 എണ്ണം. ഇവിടെ ഒറ്റ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ 3. ഇവിടെ നോക്കിക്കോ, ഇവിടെ 1ഉം 2ഉം. അപ്പൊ 4 എണ്ണാവാൻ 2H. ഇവിടെയോ 1 2 3. അപ്പൊ ഒറ്റ H മതി. ഇവിടെയോ ഒറ്റ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ 4 എണ്ണാവാൻ 3H. ഇവിടെ 1 2. അപ്പൊ 2H. 1 2. അപ്പൊ ഇവിടെയോ 2H. 1 2 3. അപ്പൊ ഇവിടെ ഒറ്റ H മതി. അനാവശ്യം സ്നേഹിക്കാൻ പോയാ വിഷയാവേ. ഇവിടെ 1. ഇവിടെയോ അപ്പൊ 4 എണ്ണാവാൻ 3H. ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ 4 എണ്ണാവാൻ 3H. നമ്മൾ അനാവശ്യത്തിന് സാറേ H അല്ലെങ്കിൽ കൂടുതൽ കിടന്നോട്ടെ, അങ്ങനെ കൂടുതൽ കിടന്നാൽ ടീച്ചർ വെട്ടും. പിന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആവശ്യത്തിന് മാത്രം സ്നേഹിച്ചാൽ മതി, അനാവശ്യത്തിന് സ്നേഹിക്കാൻ പോണ്ട. അപ്പൊ നമ്മള് IUPAC നെയിം തന്നു, സ്ട്രക്ചർ വരച്ചു, സ്ട്രക്ചർ തന്നു, പേര് പറഞ്ഞു. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അടുത്തത് അടിപൊളി ചോദ്യമുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റാണ്. നമുക്ക് വരച്ചു നോക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്? ബ്രാഞ്ച്. ലാസ്റ്റ് എന്താണ്? ലോങ് ചെയിൻ. ആദ്യം എഴുതുന്നത് ശാഖ, ലാസ്റ്റ് എഴുതുന്നത് എന്താണ്? നീളമുള്ള ചെയിൻ. അപ്പൊ നിങ്ങൾ പറ, ഞാനൊരു ഘടനാവാക്യം വരയ്ക്കുമ്പോ
സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ലോങ് ചെയിൻ അല്ലേ വരയ്ക്കേണ്ടത്, നീളമുള്ള ചെയിൻ അല്ലേ? നീളമുള്ള ചെയിൻ എത്ര ആണ്? ഹെക്സൈൻ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇത് റൊപ്പ് ബ്യൂട്ട് പെന്റ് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര എണ്ണം? 1 2 3 4 5 6 6 കാർബൺ വരച്ചു. അടിപൊളി. ഇനി എന്റെ ചോദ്യം, അടുത്ത നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് എണ്ണുന്നപ്പോഴും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തും എണ്ണി നോക്കണം. രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് കൊടുക്കാൻ പോവാണ്. സൈഡിൽ നമ്പർ കൊടുക്കാൻ പോവാണ്. 1 2 3 4 5 6. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ച് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ നമ്പർ ഇടുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഒരു വട്ടം കൂടി കാണിച്ചു തരാം. 1 2 3 4 5 6. നിങ്ങൾ എന്റെ കൂടെ നമ്പർ ഇട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ബ്രാഞ്ച് കൊടുക്കാൻ പോവാണ്. 2ലും 3ലും 5ലും ഉണ്ട്. 2 3 5 ബ്രാഞ്ച് കൊടുത്തു. നിങ്ങൾ മോളിക്ക് കൊടുക്കുക, ഒരു വിഷയമില്ല. ഇനി ആരാടാ ബ്രാഞ്ച്? ബ്രാഞ്ച് ആരാ? ട്രൈമീഥൈല. രണ്ടാണെങ്കിൽ ഒരേപോലെ 2 എണ്ണം വന്ന ഡൈ, ഒരേപോലെ 3 എണ്ണം വന്ന ട്രൈ, ഒരേപോലെ 4 എണ്ണം വന്ന ടെട്രാ. ഇവിടെ വന്ന എന്താ? ട്രൈ ആണ്. അപ്പൊ മൊത്തം എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും? മൊത്തം 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഓരോ കാർബൺ വീതം കൊടുത്തു. ഇനി എല്ലാം അവസാനിച്ചത് എ തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഞാൻ എന്ത് കൊടുത്തു? സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് സ്നേഹിച്ചാൽ മതി. അറിയാലോ, നമ്മളെല്ലാം ആവശ്യം സ്നേഹിക്കുന്നവരാണ്. ഇവിടെ ഒറ്റ ഒന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ 3H കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കോ, 1 2. അപ്പൊ ഇവിടെ 4 എണ്ണം ആവാൻ ഒരെച്ചും കൂടി. ഇവിടെ 1 2. അപ്പോഴോ 2H. ഇവിടെ 1 2 3. അപ്പൊ 4 എണ്ണം ആവാൻ ഒരെച്ച് മതി. ഇവിടെ 1 2 3. അപ്പോ ഒരെച്ച് മതി. ഇനി ഇവിടെയോ? ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. 4 എണ്ണം ആവാൻ 3H കൂടി. അങ്ങനെയാണെങ്കിൽ താഴെയോ? ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ 4 എണ്ണം ആവാൻ 3H. ഒറ്റ ഒന്നുള്ളൂ. 4 എണ്ണം ആവാൻ 3H. ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ 4 എണ്ണം ആവാൻ 3H. ഇങ്ങനെയാണ് ഇതിന്റെ ഘടനാവാക്യം വരയ്ക്കുക. സോ ഞാൻ ഒരു വട്ടം കൂടി പറയാം, ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ആദ്യം എഴുതുന്നത് ബ്രാഞ്ച്, രണ്ടാമത് ലോങ് ചെയിൻ. അങ്ങനെ നമ്മൾ ഘടനാവാക്യം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ചെയിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. അങ്ങനെയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു കാര്യം കൂടി ചെയ്യാം. ഞാൻ ഇപ്പുറത്തുനിന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് നമ്പർ ഇടാൻ പോവാണ്. അങ്ങനെയാണ് ഞാൻ എങ്ങനെയാ വരയ്ക്കേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീളമുള്ള ചെയിൻ. ആ നീളമുള്ള ചെയിനിൽ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ അതേപോലെ തന്നെ 6 എണ്ണം ഞാൻ കൊടുത്തു. 1 2 3 4 5 6. ഇനി ഞാൻ ഈ സൈഡ് നമ്പർ ഇടാം. 1 2 3 4 5 6. ബ്രാഞ്ച് 2ലുണ്ട്, ബ്രാഞ്ച് 3ലുണ്ട്, ബ്രാഞ്ച് 5ലുണ്ട്. ഓക്കെ, ആരാ ബ്രാഞ്ചിലുള്ളത്? 3 മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ ഓരോ കാർബൺ വീതം കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ഹെക്സ് എയിനാണ്. എയിൻ ആരാ? എയിന് ഏകബന്ധനമാണ്. അപ്പൊ എല്ലാവർക്കും ഏകബന്ധനം കൊടുത്തു. ഇനി നമ്മൾ ആവശ്യത്തിന് സ്നേഹിക്കുന്നവരാണ്. നമ്മൾ ആവശ്യത്തിന് സ്നേഹിക്കാൻ പോവാണ്. ഓരോ കാർബണും വേണ്ട 4 എണ്ണമാണ്. അപ്പൊ ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ ഇവിടെ 3. ഇവിടെ 1 2 3. അപ്പൊ ഒറ്റ 1 1 2 3. ഒറ്റ 1 1 2. അപ്പൊ എത്രയാ? 2 1 2. അപ്പൊ ഒറ്റ 1 ഒന്നുള്ളൂ. ഇവിടെ 3. ഇവിടെയോ 3. ഇവിടെയോ ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ 4 ആവാൻ 3. ഇവിടെ ഒറ്റ ഒന്നുള്ളൂ. അവിടെ 4 ആവാൻ 3. സോ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. കുട്ടിക്ക് ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ വേണി വരയ്ക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഏകബന്ധനവും ദ്വിബന്ധനവും ത്രിബന്ധനവും ഉണ്ട്. വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. ഓക്കെ, 1 2 3 4. അപ്പൊ 4 എണ്ണം ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം C4. HO 2 3 5 8. C4 H8 ആണ്. അപ്പൊ 4 കാർബൺ ആണെങ്കിൽ എന്ത് വരും പേര്? 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എണ്ണി നോക്കണം രണ്ട് സൈഡിൽ നിന്നും എത്രാമത്തേലാണ് ഡബിൾ ബോണ്ട് നമ്മൾ എണ്ണി നോക്കണം. 1 1 2 3. ഈ സൈഡിൽ നിന്ന് എണ്ണുമ്പോ 3 1. അപ്പൊ 1 ഉണ്ട് 3 ഉണ്ട്. ആ സൈഡിൽ നിന്ന് എണ്ണുമ്പോ 1 2 3. ഈ സൈഡിൽ നിന്ന് എണ്ണുമ്പോ 1. അപ്പൊ നമ്മൾ 1 എടുക്കണോ 3 എടുക്കണോ? 1 എടുക്കണം. സോ ഇവിടെ എന്ത് വന്നു? ബ്യൂട്ട് 1. ഇനി ആരാടാ വന്നത്? ദ്വിബന്ധനമാണോ ത്രിബന്ധനമാണോ ഏകബന്ധനമാണോ? ദ്വിബന്ധനമാണ്. അപ്പൊ ഞാനിവിടെ എങ്ങനെ അവസാനിക്കണം? ഈൻ എന്ന് പറഞ്ഞ് അവസാനിക്കണം. ബ്യൂട്ട് 1 ഈൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നും എണ്ണുക. നോക്കിക്കോളൂ.
1 2 3 4. അപ്പോ കാർബൺ എത്രയാ? കാർബൺ 4. എച്ചോ? എച്ച് 3 5 6 6 8. ഇവിടെ എത്രയാ? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. പക്ഷെ രണ്ട് സൈഡ് നമുക്ക് എണ്ണി നോക്കാം. 1. അപ്പൊ ഈ സൈഡിൽ നിന്ന് എണ്ണുമ്പോ ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ആ സൈഡിൽ നിന്ന് 1 2 3. അപ്പൊ 3 ഉണ്ട് 1 ഉണ്ട്. അപ്പൊ നമ്മൾ ആരെടുക്കണം? 1 എടുക്കണം. അപ്പൊ നോക്കിക്കോളൂ, പേരെന്താ വരിക? 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ട്. ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ബ്യൂട്ട് 1 എന്നാണ് IUPAC നെയിം വരിക. സോ നമ്മൾ രണ്ട് ചാൻസും പറയുന്നുണ്ട് കേട്ടോ, ഒരു ചാൻസ് മാത്രമല്ല. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ. ഇവിടെ ബ്യൂട്ട് 1 അയിനാണ്. നേരത്തെ ഈനായിരുന്നു, ഇവിടെ എന്താണ്? അയിനാണ്. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ഇവിടെ പക്ഷേ IUPAC നാമം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഘടനാവാക്യം സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കണം. നമുക്ക് വരച്ചു നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യം കാർബണിന്റെ എണ്ണമാണ് വരയ്ക്കേണ്ടത്. ഇവിടെ എത്ര ഉണ്ട്? ബ്യൂട്ടാണ്. ബ്യൂട്ടാണെങ്കിൽ ഇത് പ്രൊപ്പ് ബ്യൂട്ട് 4 വരച്ചു. 1 2 3 4. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്നാമത്തെ കാർബണിലാണ് എന്ത്? YNE. YNE എന്ന് പറഞ്ഞാൽ എന്താ? അയിന്. അയിന് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് വരയ്ക്കാൻ പോവാണ്? ത്രിബന്ധനം. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ ഇടണം. 1 2 3 4. ഒന്നാമത്തെ കാർബണിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ത്രിബന്ധനം കൊടുത്തു. ബാക്കിയൊക്കെ എന്ത് കൊടുക്കുക? ഏകബന്ധനം കൊടുക്കുക. ആവശ്യത്തിന് എന്ത് ചെയ്യുക? H കൊടുക്കുക. ഇവിടെ 3 ഉണ്ടല്ലേ, അപ്പൊ ഇവിടെ ഒരു H. ഇവിടെ 1 2 3 4. അപ്പൊ ഇനി H കൊടുക്കണോ വേണ്ട? ആവശ്യത്തിന് സ്നേഹിച്ചാൽ മതി. ഇവിടെയോ 1 2. അപ്പൊ എത്ര H? 2 H. ഇവിടെയോ ഒറ്റ ഒന്നുള്ളൂ, അപ്പൊ 4 ആവാൻ 3 H. ഇതാണ് എന്ത്? ബ്യൂട്ട് 1 അയിൻ. ഇതാണെന്ത്? ബ്യൂട്ട് 1 അയിൻ. ഇനി നിങ്ങള് ഈ സൈഡിൽ നിന്ന് എണ്ണിയാൽ വേറൊരു ഉത്തരം കിട്ടും. വേണേ അതും വരച്ച് കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മള് 4 കാർബൺ വരയ്ക്കുക. 4 കാർബൺ വരച്ചിട്ട് ഞാൻ നേരത്തെ എന്ത് ചെയ്തു? ഈ സൈഡിൽ നിന്നാണ് എണ്ണിയത്. ഇനി ഞാൻ ഈ സൈഡിൽ നിന്ന് 1 2 3 4. അപ്പോ ഒന്നാമത്തേല് എന്ത് കൊടുക്കുക? ത്രിബന്ധനം കൊടുക്കുക. ത്രിബന്ധനം എന്ന് പറയുമ്പോ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട്. ആവശ്യത്തിന് H കൊടുക്കുക. ഒരു കാർബണ് 4 വേണം. ഇവിടെ 1 2 3 4 H ആവശ്യമില്ല. ഇവിടെ 1 2 2. ഇവിടെയോ? ഇവിടെ ഒറ്റ ഒന്നുള്ളൂ, അപ്പൊ 3. ഇതും നമ്മുടെ ഉത്തരമാണ്, ഇതും നമ്മുടെ ഉത്തരമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം കിടക്കാണ്. ബ്യൂട്ട് 2 അയിൻ. ബ്യൂട്ട് 2 അയിനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കാർബണിന്റെ എണ്ണം നമുക്കറിയാം എത്രയാണ്? 4. 1 2 3 4. ഇനി നമ്പർ എണ്ണം നമ്മളാണ് ഇവിടെ മാസ്റ്റർ. അപ്പൊ നമ്മൾ നമ്പർ ഇട്ടു 1 2 3 4. രണ്ടാമത്തെ കാർബൺ ഇതാണ്. രണ്ടാമത്തെ കാർബണിൽ നമ്മൾ എന്ത് കൊടുക്കുക? YNE എന്താ? ട്രിപ്പിൾ ബോണ്ടാണ്. 1 2 3. ഓക്കെ അല്ലേ? ഇനി ബാക്കിയൊക്കെ എന്ത് കൊടുക്കുക? സിംഗിൾ ബോണ്ട് കൊടുക്കുക. ആവശ്യത്തിന് H കൊടുക്കുക. ഇവിടെ ഒന്നുമില്ല, അപ്പോ 4 ആയി. 3 കൊടുത്തപ്പോ ഇവിടെ 1 2 3 4. എന്താണ്? 4 ഉണ്ട്. 1 2 3 4. 4 ഉണ്ട്. ഇവിടെ ഒറ്റ ഒന്നുള്ളൂ, അപ്പൊ 4 ആവാൻ 3 H. ഇതാണ് എന്ത്? ബ്യൂട്ട് 2 അയിൻ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങള് മറ്റേ സൈഡിൽ നിന്നും എണ്ണി ഇത് ഫുൾഫിൽ ചെയ്തിരിക്കണം.